ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഗുരുവായൂർ വരെ ഒന്ന് പോവാണ് കേട്ടോ ഗൈസ്. കുറേ നാളായി പോയിട്ട്. അപ്പം എന്ന് വിചാരിച്ചു ഒന്ന് ഗുരുവായൂർ പോയി ഒന്ന് തൊഴുത് കണ്ണനെയൊക്കെ കണ്ട് ഒന്ന് മനസ്സും മൈൻഡൊക്കെ ഒന്ന് ഫ്രഷാക്കി സെറ്റായിട്ട് വരാമെന്ന്. അപ്പോൾ ആമിക്കുട്ടിയും ഞാനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഏട്ടനും ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആമിക്കുട്ടിക്ക് പിന്നെ ഈ പാവാടിയും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡാൻസ് കളിക്കൽ നിർബന്ധമാണ്. സ്വയം പാട്ട് പാടിയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് കാണിക്കണത് കാണാനായിട്ട്. കണ്ടോ, കണ്ണാടിയിലൊക്കെ നോക്കി ഓരോ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. എൻ്റെ അതേ സ്വഭാവമാണ് കേട്ടോ. ഞാനിങ്ങനെ തന്നെയാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട കണ്ണാടി നോക്കി ഒരു പാട്ടൊക്കെ പാടി ഡ്രസ്സൊക്കെ ഭംഗിയുണ്ട് നോക്കി ഒരു ഡാൻസൊക്കെ കളിച്ച് അങ്ങനെയാണ് ഞാൻ സെറ്റാവാറുള്ളത്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചപ്പോൾ ആമിക്കുട്ടി ആൾ ഉഷാറായിട്ടോ. നല്ല യോയോ ഒക്കെ കാട്ടുന്നുണ്ട് അവൾ. കണ്ടോ, ഗുരുവായൂർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടും അവളുടെ വട്ടം കറങ്ങലും ഡാൻസുകളും ഒന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തെത്തി. എന്തൊരു ചൂടാണ് ഗൈസ്, അമ്മോ കാല് പൊള്ളിപ്പോയി. അമാതിരി ചൂടായിരുന്നു. കാരണം ഞങ്ങൾ ചെരുപ്പിന് ഇവിടെ ക്ലോക്ക് റൂമിൽ വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കാറിൽ തന്നെ നമ്മൾ അഴിച്ചിട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൂടെ നടന്നു വന്നപ്പോൾ തന്നെ കാലിൻ്റെ അടി ഒരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ പൊള്ളിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് അങ്ങോട്ട് കുടിച്ചു. നല്ല തണുപ്പിൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ആമിക്കുട്ടിക്ക് കുറച്ച് കൊടുത്തുള്ളൂ കേട്ടോ. അവൾക്ക് അല്ലെങ്കിലോ വെയ്യ, ജലദോഷവും തുമ്മലൊക്കെ ആയിട്ട്. അങ്ങനെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഗുരുവായൂർ ഉത്സവം നടക്കുകയാണല്ലോ. ആനയോട്ടും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടിക്ക് നടക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൈ പിടിക്കരുത്, അവൾക്ക് സ്വയം നടക്കണം. എന്നിട്ട് ഓരോരുത്തരുടെ മേത്ത് കൊണ്ട് ഇടിക്കുകയും ചെയ്യും അവൾ. ഞങ്ങൾ മുല്ലപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും മോളും മുല്ലപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. മുഴത്തിന് 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മുന്നൊക്കെ മേടിച്ചപ്പോൾ മുഴത്തിന് 50 രൂപ 60 രൂപയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 120 രൂപ വരെ മേടിച്ച സ്ഥലങ്ങളുണ്ട് കേട്ടോ മുഴത്തിന്. ഇവിടെ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ഏട്ടനും ഞെട്ടിപ്പോയി. 30 രൂപയുള്ളൂ വിചാരിച്ചു. പിന്നെ നല്ല അടിപൊളി ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരുവാതിരക്കളിയും അതേപോലെ തന്നെ ഭരതനാട്യം, കുച്ചിപ്പുടിയും മോഹിനിയാട്ടമൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടേക്ക് അധികം തിരക്ക് കുറവാണ്. കാരണം ഭക്ഷണം കഴിക്കാനുള്ള ക്യൂലാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. കഞ്ഞിയായിരുന്നു ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും നിന്നില്ല. കാരണം ആമീനെ വെച്ചിട്ട് ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ള കേസാണ്. അവളൊരു ഭാഗത്ത് അടങ്ങി നിൽക്കത്തില്ല കേട്ടോ. ഇങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കണം, ഓടി നടക്കണം അവളുടെ പിന്നാലെ. ഒരു ഭാഗത്ത് അവൾ നിൽക്കത്തില്ല അടങ്ങി ഒതുങ്ങിയിട്ട്. അങ്ങനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ അമ്പലക്കുളത്തിൻ്റെ അവിടെ കുറേ മീനുകളുണ്ടല്ലോ, അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് കാലും കൈയൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴുകി കയറി വന്നപ്പോൾ അവിടെ തന്നെയായിരുന്നു കേട്ടോ തിരുവാതിരക്കളി നടക്കുന്നുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ചെറിയ മക്കളൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് കളിച്ചു കേട്ടോ. അടിപൊളിയായിട്ട് കളിച്ചു. കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആമിക്കാണെങ്കിൽ അത് ഡാൻസ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ 2 മണിയാകുമ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. നമ്മൾ സാധാരണ രാവിലെ മസാല ദോശയാണ് ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കാറുള്ളത്. മസാല ദോശ കിട്ടില്ലെന്നാണ് കേട്ടോ ഇവിടുത്തെ. പക്ഷേ ചോറ് ഒന്നിനും കൊള്ളത്തുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഫാന് മേടിച്ചു കേട്ടോ. 150 രൂപയുള്ളൂ ഗൈസ്. അടിപൊളി സാധനം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചാർജബിളാണ്, ബാറ്ററി മാറ്റും ചെയ്യാം. നല്ല രസമുണ്ട്, നല്ല കളറും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം കാറിലൊക്കെ ഇങ്ങനെ കുറേ നേരം ചൂടത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ്. നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത്, ബാഗിലൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് ഈ മിനി ഫാൻ പറയണത്. അങ്ങനെ നമ്മൾ അവിടെ അപ്പുറത്ത് നോക്കിയപ്പോൾ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. സാധനങ്ങളൊന്നും അധികം വന്നിട്ടില്ല, എന്നാലും നമ്മളൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. അഡൽട്ട്സിന് 50 രൂപയാണ്, ചിൽഡ്രൻസിന് 30 രൂപയും. 5 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് മാത്രമേ പൈസ വേണ്ടുള്ളൂ. അമ്മിക്കുട്ടിക്ക് പൈസ വേണ്ട. അപ്പോൾ അത് കാരണം ഞങ്ങൾ 2 പേരും ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി കേട്ടോ. ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല ചെടി കൊണ്ട് കുറേ 2-3 ആനക്കുട്ടികൾ അതിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ മൃഗങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടകം ഉണ്ടായിരുന്നു, മാനുണ്ടായിരുന്നു, മയിൽ, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേരറിയാത്ത ഇഷ്ടം പോലെ ടൈപ്പ് ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. ഇതിൽ 3-4 ടൈപ്പ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ കാട്ടിത്തരാം ഏതാണെന്ന്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്
വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പതുക്കെ ഇങ്ങനെ പൂവൊക്കെ ഏതൊക്കെ പൂവാണ് ഏതൊക്കെ കളറാണെന്നൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നടക്കുകയാണ് കേട്ടോ. ആമിക്കുട്ടിക്ക് കണ്ടപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഏത് പൂ പറിക്കണം, ഏത് പൂവിൻ്റെ അടുത്തേക്ക് പോകണം എന്ന് അവൾക്ക് ഒട്ടും തിരിയുന്നുണ്ടായിരുന്നില്ല. ഇത് ഏതൊക്കെ മൃഗങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചും കൊണ്ടും വളവളാ സംസാരിച്ചും കൊണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആമി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച കാരണം മൂപ്പത്തിക്ക് വലിയ കുഴപ്പമില്ല, ചെറിയൊരു ജലദോഷവും ഇതുണ്ട്. ഇനിയിപ്പോൾ രാത്രിക്ക് എന്താവുമെന്ന് അറിയത്തില്ല. അപ്പം ഇങ്ങനെ ഇപ്പോൾ നല്ല കുട്ടിയായിട്ട് നല്ല ഇതായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ മൂപ്പത്തി. സിംഗിളായിട്ടിരിക്കണ ഊഞ്ഞാലിൻ്റെ അവിടെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇരുന്നങ്ങ് കുറച്ച് നേരം ആടാന്ന്. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ ടൈമുള്ള കാരണം നമ്മളിങ്ങനെ പതുക്കെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നടന്ന് ആസ്വദിച്ച് പോണത്. വൈകുന്നേരം ഒന്ന് ബീച്ചിൽ കയറണം എന്നും കൂടിയുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ആമിക്കുട്ടി ഉണ്ടായതിന് ശേഷം 5ാമത്തെ തവണ തോന്നുന്നു നമ്മൾ ഗുരുവായൂർക്ക് വരുന്നത്. ഫസ്റ്റ് ചോറൂണിന്, പിന്നെ സെക്കൻഡ് ടൈം വന്നപ്പോൾ നമ്മളൊന്ന് ബീച്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബീച്ചിൽ കുറേ നേരം നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. 5 മിനിറ്റ് നിന്നുള്ളൂ, കാരണം ഒരു വെയിലായിരുന്നു. ആമിക്കുട്ടി ഉറങ്ങുമായിരുന്നു. ഞാനിപ്പോൾ ചൂണ്ടിക്കാട്ടിയ ഫ്ലവർ ഉണ്ടല്ലോ, അത് ഏട്ടൻ എവിടുന്നോ ഇവിടെ അടുത്തിൻ്റെ വീടിൻ്റെ അടുത്ത് എവിടെ ഫ്ലവർ ഷോ ഉണ്ടായപ്പോൾ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പൂവായിരുന്നു, നല്ല രസമാണ് അതിനെ കാണാനായിട്ട്. കുറേ ഉണ്ടാവും കേട്ടോ, പക്ഷേ അധിക കാലമൊന്നും ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വാടിപ്പോയി, നാശമായിപ്പോയി. വെള്ളം കൂടുതൽ വേണോ കുറവ് വേണോ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാത്ത കാരണം പെട്ടെന്ന് നാശമായി പോയിട്ടുണ്ടായിരുന്നു പൂവ്. അങ്ങനെ നമ്മൾ സ്റ്റാളിൽ കയറിയപ്പോൾ ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് ഇഞ്ചി മിഠായി അല്ലേ, സോറി, പുളിമിഠായിയാണ്. നമ്മൾ ഇങ്ങനെ ഇതുപോലത്തെ ടീസ്പൂണിലാക്കിയിട്ടുണ്ടാവുമല്ലോ പുളിമിഠായി, അതുപോലത്തെ പുളിമിഠായി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറിൻ്റെ ഒരു ശേഖരണം തന്നെ ഉണ്ടായിരുന്നു. ഇത് തേനെല്ലിക്ക ഉണ്ട്. എല്ലാത്തുനിന്നും കുറേശ്ശെ ട്രൈ ചെയ്ത് അങ്ങനെ അവസാനം ഒരു അച്ചാർ, ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന അച്ചാർ തന്നെ മേടിച്ചിട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സാധനങ്ങൾ വേറെ ഉണ്ട്. ഇത് സ്കുഷിന്നോ അങ്ങനെ എന്തോ പറയൂ സാധനത്തിന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഇങ്ങനെ ഞെക്കി കളിക്കാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ മേടിച്ചു. കിട്ടില്ല മാങ്ങയായിരുന്നു കേട്ടോ. പീസിന് 10 രൂപയായിരുന്നു. 5 രൂപയ്ക്കാണ് മേടിച്ച് കഴിച്ചിട്ടുള്ളത്, 10 രൂപയ്ക്ക് ഉണ്ട്. പക്ഷേ അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ നമ്മൾ സമയം 5 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ ഒരു 5:45 വരെ നമ്മൾ കാറിൽ തന്നെ ചിലവഴിച്ചു. വെയിലത്ത് കുറച്ചൊരു അരമണിക്കൂറോളം ഉറങ്ങി റെസ്റ്റ് എടുത്ത് അങ്ങനെ പതുക്കെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ. ബീച്ചിലേക്ക് ഇറങ്ങിയാൽ പിന്നെ പറയണ്ടല്ലോ, ആമിക്കുട്ടിക്ക് വെള്ളം, മണ്ണ് എന്നൊക്കെ പറയണത് ഭയങ്കര ക്രൈസുള്ളൊരു സംഭവമാണ്. മണ്ണ് കണ്ടതും അവൾ അവിടെ ഒറ്റ ഇരുത്തം, പിന്നെ മണ്ണ് കളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പിന്നെ വേറെ പട്ടുപാവാണ്, പിന്നെ ഈ ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഡ്രസ്സ് ഞാൻ ആമിയുടെ അഴിച്ചു വെച്ചു കേട്ടോ. എന്നിട്ടാണ് പിന്നെ കളിക്കാൻ ഇരുത്തിയത്. അല്ലെങ്കിൽ ഡ്രസ്സിന് മൊത്തം മണ്ണായാൽ പിന്നെ അവൾക്ക് വേറെ എവിടെയും നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഇറങ്ങാനോ ഒന്നിനും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കുറേ നേരം ബീച്ചിലിരുന്നു. കണ്ടില്ലേ, വലയൊക്കെ എറിഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിങ്ങിനൊക്കെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് 300 രൂപയാണ് കേസ്. പക്ഷെ അത് കുറച്ച് ഓവർ പ്രൈസ് അല്ലേ എന്ന് എനിക്ക് തോന്നി. കാരണം 10 മിനിറ്റ് കടലിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ 300 രൂപ 150 രൂപയുടെ ആവശ്യമൊക്കെ ഉള്ളൂ. പക്ഷേ നല്ലോണം പെട്രോൾ ചിലവുണ്ട് നേട്ടം പറഞ്ഞത് കൊണ്ട് 300 രൂപയൊക്കെ അവർക്ക്, പിന്നെ അവർക്കും വേണ്ട ഒരു വലിയ ലാഭമൊക്കെ. കിട്ടുന്ന പൈസ മൊത്തം പെട്രോൾ അടിച്ചിട്ട് അങ്ങനെ പോവാണിച്ചാൽ അവർക്ക് എന്താ ലാഭമുള്ളതില്ലേ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് അച്ഛനും മോള് പൂരെ മണ്ണ് കുഴിക്കലാണ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. ഇപ്പം എൻ്റെ ചെരുപ്പിട്ട് മൂടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ആമിക്കുട്ടി കണ്ടില്ലേ, ഇങ്ങനെ മല പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ കാലും കൈയും കഴുകാനായിട്ട് കടലിലേക്ക് ഇറങ്ങിട്ടോ. അത് കണ്ടപ്പോൾ പിന്നെ ആമിക്കുട്ടി വെറുതെ ഇരിക്കുക. അവളൊരൊറ്റ ഓട്ടാണ് അങ്ങോട്ട് കടലിലേക്ക് കളിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പായി. ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.